ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചേരുവ കൂടി ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഡ്ഡലി പിന്നെ നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് നുള്ളി നുള്ളി പെറുക്കിയെടുക്കാൻ പറ്റും ചെയ്യും. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും ഉണ്ടാക്കിയെടുക്കാൻ വലിയ എളുപ്പവും. പിന്നെ നമ്മളൊന്ന് മാവാക്കി വെച്ചാലോ സോപ്പും പത പോലെ പതഞ്ഞു പൊങ്ങി നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് ഇഡ്ഡലി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ സാധാരണ പച്ചരിയും ഉഴുന്നും ഉലുവയും വെച്ചിട്ടാണല്ലോ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക. അത് തന്നെയാണ് കേട്ടോ ഇവിടെ വേണ്ടത്. പക്ഷെ നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് മാത്രം ഒരു 1.5 ഗ്ലാസ് പച്ചരിയും അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ട് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ സമയമാണ് കേട്ടത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒന്നും കൂടെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരിയും ഉഴുന്നും എല്ലാം ഉലുവയും എല്ലാം കൂടെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചത്. വേറെ വേറെ ഒന്നല്ല, ഒന്നായിട്ട് തന്നെയാണ് അരക്കണതും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു ജാറിലിട്ടപ്പോൾ നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നാമത് എന്താ വെച്ചാൽ ഇത് രാത്രിയിലാണ് ഞാൻ അരച്ചെടുക്കണത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നും ഒരുപാട് ഇട്ടിട്ട് അരക്കാൻ പറ്റില്ല, കാരണം കറണ്ടൊക്കെ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. 2 വട്ടാക്കിയിട്ട് അരക്കാനുള്ള അരി ഉഴുന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് വെള്ളം എത്രയാണോ ഒഴിക്കണേ ഒരു നല്ല തിക്ക് ബാറ്ററല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ബാറ്ററിലാണ് കേട്ടോ അരച്ചെടുക്കണത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓട്ടടക്കൊക്കെ അരക്കണതിനേക്കാളും കുറച്ചും കൂടെ കുറച്ചിട്ട് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇഡ്ഡലിക്കുള്ള അരക്കലായാലും ഇനിയിപ്പോൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരക്കുകയാണെങ്കിലും വെള്ളപ്പത്തിനായാലും വട്ടയപ്പത്തിനായാലും ഒക്കെ നമ്മൾ നല്ലോണം അരി അരച്ചിട്ട് പൊങ്ങാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ. അപ്പോൾ ആ അരി അരച്ച് കഴിഞ്ഞാൽ വേഗം പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൂത്രമാണ് എന്ത്, നമ്മൾ അരി കുതിർന്ന് കണ്ടാൽ 1 മണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു തണുപ്പോട് കൂടി കുറച്ചൊരു ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസിൻ്റെ കട്ട കൈമലുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു അരിയും അതിലേക്ക് എന്താണോ ചേർക്കണത്, നമ്മൾ വെള്ളപ്പം അരക്കുകയാണെങ്കിൽ തേങ്ങ ചോറ് ഒക്കെ ആണല്ലോ ചേർക്കുക. അപ്പോൾ അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾ എന്തരക്കുകയാണെങ്കിലും ആ ഒരു തണുപ്പോട് കൂടി അരച്ചെടുക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അരിയും ഉഴുന്നും എല്ലാം കൂടെ. അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് ചോറുണ്ടല്ലോ, ചോറ് 1/2 ഗ്ലാസ് ചോറാണ്, 1/2 ഗ്ലാസ് ചോറ്. അപ്പോൾ ഏതായാലും എന്താ പറയുക 1.5 ഗ്ലാസ് അരിയിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് 1/2 ഗ്ലാസ് ചോറ് 1 ടേബിൾ സ്പൂൺ ഉലുവ, അങ്ങനെയാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളാരും ഇതുവരെയും ചേർത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ചേർത്ത് നോക്കിയിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. നല്ല 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഒഴിച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് നോക്കുമ്പോൾ ആ ഒരു മാവ് അതുപോലെ തന്നെ അത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഇഡ്ഡലിൻ്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സോഫ്റ്റ്, പിന്നെ അത് കൊത്തിയെടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടാവട്ടെ ഞാൻ അത് അരച്ചെടുക്കുന്ന സമയത്ത്, രാത്രി 12 മണി. പിന്നെ നമ്മളൊരു 5:30-6 മണി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ. അപ്പോൾ വെറും 5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുള്ളൂ. ഇനിയിപ്പോൾ 8 മണിക്ക് രാവിലെ 8 മണിക്കൊക്കെ ചായ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കൊക്കെ പിറ്റേ ദിവസത്തേക്കുള്ള മാവ് അരച്ചെക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-13 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും സമയം. അപ്പോഴൊന്നും ഈ ഒരു ബേക്കിംഗ് സോഡിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 5 മണിക്കൂറല്ലേ, കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എന്താ ഒരു ലേശം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചു. അപ്പോൾ കണ്ടല്ലോ നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ ഇപ്പം തന്നെ നമുക്കൊരു ബാറ്റർ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പം നല്ല പഞ്ഞിക്കെട്ട് പതഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കൊക്കെ അരച്ച് കഴിയുകയാണെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. പിന്നെന്താ അറിയോ, ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം പതഞ്ഞ് പൊങ്ങും. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്തൊക്കെ എന്താ അറിയോ പറ്റ
പറ്റ നമ്മൾ കുറക്കണം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ടടുത്ത് ഈ ഒരു വേനൽക്കാലത്താണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേ വേണ്ട, കുറച്ച് ഉഴുന്ന് കൂടുതൽ എടുത്താൽ തന്നെ നല്ലോണം പതിഞ്ഞു പോകും. ഇനി ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി തട്ടാണ് എടുത്തുക്കണത്. അലുമിനിയം ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു തട്ടുമ്മൽ നല്ലോണം ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ട് നനവ് ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ ഇഡ്ഡലി ചുടാനൊക്കെ എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിൽ നനവ് ഉണ്ടെങ്കിൽ അതൊന്ന് തോർത്തിയിട്ട് ഓയിലായാലും എണ്ണയായാലും എന്തായാലും ഒന്ന് പുരട്ടി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് പുരട്ടരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഹാർഡായി പോവും. ഒരു കുഴിയിൽ ഇട്ടിച്ചിട്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ഇഡ്ഡലി തട്ടിലും കുഴിയിലൊക്കെ നമ്മൾ പുരട്ടി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചിലർ ഇഡ്ഡലിയൊക്കെ ഹാർഡാവാനുള്ള കാരണം കൂടെ ഇത് പറഞ്ഞുതരാം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒരുപാട് എണ്ണ ഒഴിക്കുക, അതുപോലെ തന്നെ ഈ നല്ല തണുപ്പ് കാലത്തും ഒരിത്തിരി പോലും ബേക്കിംഗ് സോഡ ചേർക്കാതെ നമ്മൾ അരച്ച് വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇഡ്ഡലി ഹാർഡാവും. നമ്മൾ നല്ല തണുപ്പ് കാലത്തൊക്കെ ഇത്തിരി ബേക്കിംഗ് സോഡ ചേർക്കണ ഇഡ്ഡലി അപ്പോഴേ നന്നാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം കുറച്ച് സമയമേ ഉള്ളൂ, രാത്രിയിൽ പാതിരായിട്ടൊക്കെ അരച്ച് വെക്കണമെങ്കിലും കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് വെക്കുമ്പോൾ ഈ ഇഡ്ഡലി നമ്മൾ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ, മാവ് അടുപ്പിലേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, വെള്ളം തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കണം. അല്ലാതെ വെള്ളം വെക്കുക അതിൻ്റെ കൂടെ ഇഡ്ഡലിയും എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ഹാർഡാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ വിചാരിക്കും ലോ ഫ്ലെയിമിലായ ആക്കം പോലെ അങ്ങനെ വെന്തോളുമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇഡ്ഡലി ഹാർഡായി പോയുള്ളൂ, ഒരിക്കലും പൊങ്ങി കിട്ടൂല. അപ്പോൾ ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റെങ്കിലും കത്തിയതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടെ വെച്ച് നമ്മൾ ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ ഇഡ്ഡലി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അധികം ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നന്നാവണില്ല, എങ്ങനെ ആയാലും നന്നാവില്ല. എന്നിട്ട് ഉഴുന്ന് അരിയൊക്കെ വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാറാണ് പതിവെന്ന്. ചിലർ പറഞ്ഞാൽ ദോശ ഉണ്ടാക്കിയാലും നന്നാവണില്ല, അതൊക്കെ ഇങ്ങനെ ചപ്പി പോവുകയാണെന്നൊക്കെ. അതൊക്കെ നമ്മൾ ചില സമയത്ത് ചില കാലങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലാവസ്ഥക്കനുസരിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ചേർക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് വേണ്ടി വരും. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ ഉണ്ടാക്കലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതിന് കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് കൈകൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. വേഗം കിട്ടുന്നുണ്ട്. നമുക്ക് കോരി സ്പൂണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ കോരി സ്പൂൺ എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്നൊക്കെ വേഗം എടുക്കണമെങ്കിൽ നിങ്ങൾ കോരിയൊക്കെ എടുത്തോളി. അപ്പോൾ ഏതായാലും ഞാൻ ഇത് കൈ കൊണ്ട് എടുക്കുകയാണ്. നല്ല അടിപൊളി പഞ്ഞിക്കെട്ട് സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വെള്ളം തിളക്കണ ചട്ടിന്ന് ഇഡ്ഡലി ചെമ്പെന്ന് എടുത്ത് വെച്ചാൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ. നമ്മൾ ഇഡ്ഡലി തട്ട് ചൂടാറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇഡ്ഡലി പെട്ടെന്ന് കിട്ടും. ഒരു നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് ഇഡ്ഡലിയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല കണ്ടില്ലേ, എന്ത് ഭംഗിയുണ്ട് അറിയോ, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇപ്പം വീഡിയോയിൽ നിങ്ങളെങ്ങനെ കാണുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി അത് മുറിച്ച് കാണിച്ചു തരാം. പഞ്ഞിയാണ്, ഇത് കണ്ടില്ലേ, പഞ്ഞി. ഇഡ്ഡലി സോഫ്റ്റ് ആകാന്ന് വെച്ചാൽ അതൊരു സുഖം തന്നെയാണ്. അത് കഴിക്കണ സമയത്തൊക്കെ നമുക്ക് വീണ്ടും പിന്നെ ഈ ഒരു ഇഡ്ഡലി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് രാത്രി വരെ ആണെങ്കിലും ഒരു കുഴപ്പവും പറ്റൂല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഇഡ്ഡലിക്ക് ഇവിടെ ആളുകൾ കാത്തിരിക്കേനി കേട്ടോ. അപ്പോൾ ഓല് കഴിച്ചതിന് ബാക്കി 2 ഉണ്ട്. 2 ബാക്കിയായിട്ടുണ്ട്. ഈ രാവിലെ അങ്ങനെയാണല്ലേ നമ്മൾ പ്രത്യേകിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യൻ്റെ പോക്കാട്ടോ. രാവിലത്തെ കടി ഞാൻ വീഡിയോ എടുക്കാത്തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യലുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വിട്ടൂടെ, എന്നാൽ നമുക്ക് രാവിലത്തെ കടിയാണ് ഫ്ലോപ്പായി പോണത്, അന്ന് ശരിക്കും കാണാനും മനസ്സിലാവാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താ പറയുക, രാവിലത്തെ ചായമൽ കിടന്ന് നമ്മൾ വീഡിയോ എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ശരിക്കും ചായ കിട്ടൂല കേട്ടോ. അത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ചും കൂടി നേരത്തെ തുടങ്ങലാണ്, അടുക്കളയ്ക്ക് വരലൊക്കെ. അപ്പോൾ എന്നാൽ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി നല്ലൊരു ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ സമയമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല അടിപൊളി ചട്ടിനിയാണ്. ഏതാ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചട്ടിനി ഉണ്ടാക്കിയ രീതി എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന എളുപ്പത്തിലൊരു ചട്ടിനിയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ലേശം 1/2 മുറി തേങ്ങ ചിരകി അതിലേക്ക് 2-3 ചെറിയ ഉള്ളി തൊലിച്ചിട്ടു. എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു, 2-3 പച്ചമുളകും എടുത്തു, ഒരു തക്കാളി, അത്യാവശ്യം വലിയൊരു തക്കാളിയും കൂടെ കീറി മുറിച്ചിട്ടു. എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തു.
പിന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ലേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചോളി. പിന്നെ ലേശം കടുക് ഇട്ടു. അങ്ങനെ കടുക് ഇട്ടതിന് ശേഷം അത് പൊട്ടി പൊരിഞ്ഞ് വരുന്ന സമയത്ത് ലേശം കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ച അരപ്പയിലേക്ക് ഒഴിച്ചു. ലേശം അത് മിക്സിൻ്റെ ജാറ് ഒന്ന് കഴുകി അത് ഒഴിച്ചു. അത്ര തന്നെ ഇട്ടോ നമ്മളെ കറി. എന്നിട്ട് തളിച്ചു കൊടുത്ത് വെച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ തക്കാളിയും ഇഞ്ചും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള ആ ഒരു ഈ കടുകും കറിവേപ്പിൻ്റെ എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു താളിപ്പും. അതിൽ നിങ്ങളടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ആ ഒരു കടുക് പൊട്ടണിയൊക്കെ ഇട്ടുകൊടുത്താൽ പിന്നെ അതും കൂടി സൂപ്പറായിട്ടുണ്ട്. അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല, പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് അതിൻ്റെ അടി ആ ഒരു കറിയും കൂടി വീഡിയോ എടുത്ത് അന്നത്തെ കാര്യം കട്ടപ്പോകുകയാണ്. പിന്നെ 4 മണിക്കെങ്കിലും തുടങ്ങണം. അപ്പോൾ പിന്നെ ഒരു മടി. ഏതായാലും പിന്നെ ഇപ്പോൾ ആ ഒരു ചട്നി നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇതാ ഒരു 2-3 ട്രിപ്പ് അടിച്ചപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. രണ്ടാമത്തേത് 3 തട്ടിക്കില്ല, 2 തട്ടിക്കേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് ശരിക്കും അങ്ങോട്ട് ചൂടാറാൻ കാത്തു നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ചൂടാറാനൊക്കെ നിൽക്കുമ്പോഴത്തേനെ ഇത് മദ്രസത്തൊക്കെ വരാനായിട്ടുണ്ട്. ഓൾക്ക് എന്തെങ്കിലും സോയാബീൻ ഉണ്ടാക്കുക, ഉരുളക്കിഴങ്ങ് പൊരിക്കുക, എന്തെങ്കിലുമൊക്കെ വേണം സ്കൂൾ കൊണ്ടുപോകാൻ. ഈ രാവിലത്തെ കാര്യം അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ ഈ എപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ല. ചിലപ്പോൾ ഒക്കെ കൂട്ടാൻ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ പുണ്ണൊക്കെ വേഗം വരും. നമ്മൾ ഈ സോയാബീൻ പൊരിച്ചും ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ച് കൊടുത്താലേ. പിന്നെ കോഴിമുട്ട പൊരിച്ചാലൊന്നും വേണ്ടല്ലോ, നല്ല സാധനമൊന്നും കുട്ടികൾക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ചൂടാറാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കുടുങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് തന്നെ എടുക്കുക. ഏതായാലും അടിപൊളി സൂപ്പർ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇനി ഇഡ്ഡലി ഫ്ലോപ്പായിന്ന് നിങ്ങൾ ആരും പറയരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെയാണ്. നമ്മൾ സാധാരണ ഉലുവക്കിടും ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലേ. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആരും ഉലുവ ചേർക്കാറില്ല. നിങ്ങൾ ഉലുവ ഇത്തിരി ചേർത്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ കറി ഒഴിച്ചു കൊടുക്കട്ടെ. ഈ ഒരു നല്ലൊരു ഓറഞ്ച് കളറ് കറി കിട്ടാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടില്ല. തക്കാളിയും തേങ്ങ എല്ലാം കൂടെ അരച്ചതുകൊണ്ടായിരിക്കാം നല്ലൊരു ഭംഗിയുള്ള കളറ് ഇതാണ് കേട്ടോ, കറിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് നല്ല പൂതി ഉണ്ടേനി, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ കുടിക്കട്ടെ. അടിപൊളി ഇഡ്ഡലിയാണ്, കണ്ടല്ലോ. ഇതാ നെക്കിയാൽ ഇങ്ങനെ മുറിയൊന്നുമല്ല കേട്ടോ, മുറിഞ്ഞു പൊട്ടി പോകുന്നല്ല. പഞ്ഞായിട്ട് സോഫ്റ്റായിട്ട് പഞ്ഞിക്കെട്ടായിട്ടാണ് കേട്ടോ. നല്ല കട്ടിയും കനവും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ കുറച്ച് പൊന്തിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാകട്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും മക്കളെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വെളിച്ചെണ്ണ ചേർത്തിട്ട് അരക്കണ സമയത്ത് അരച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നിങ്ങൾ പതിപ്പിച്ച് പൊങ്ങിച്ചിട്ട് ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇതേ സെയിമിൽ തന്നെ നിങ്ങൾക്ക് ഉഴുന്ന് ദോശ ഉണ്ടാക്കാം. ഏതായാലും അടിപൊളി സംഭവമാണ്. നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.